റേസ് ട്രാക്കിൽ പൂര റേസ്. ഇന്ത്യയിൽ 100 സ്കൂട്ടർ വിൽക്കുമ്പോൾ അതിൽ 30-ൽ മേളിൽ ഇലക്ട്രിക് സ്കൂട്ടറാണെന്നാണ് ടി വി എസ് പറഞ്ഞേക്കണേ. അങ്ങനെ ആലോചിച്ചിട്ട് അവരിറക്കിയ പുതിയ വണ്ടിയാണ് ഈ ഒരു ടി വി എസിൻ്റെ ഓർബിറ്റർ. ഒരു കമ്മ്യൂട്ടർ സെഗ്മെൻറ്റ് വണ്ടിയാണ്, ഡെയിലി കമ്മ്യൂട്ടിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്കൂട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയും ചെറിയൊരു റൈഡ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ഇതാണ് ഏറ്റവും പുതിയ ഓർബിറ്റർ അല്ലേ. നിങ്ങൾക്ക് ഈ ഡിസൈനൊക്കെ കാണുമ്പോൾ ആദ്യം റിസ്താന്നൊക്കെ തോന്നും, പക്ഷേ ഏകദേശം കാണാൻ അതുപോലെയൊക്കെ ഉണ്ടെങ്കിലും ഹെഡ് ലാമ്പൊക്കെ ഇവിടെ മേളിലാണ്. ഒരു ക്രിസ്റ്റൽ LED ഹെഡ് ലാമ്പ്സാണ് അവർ ഇതിൽ കൊടുത്തേക്കുന്നത്. ഈ ഫ്രണ്ട് ഭാഗത്ത് ഇവിടെയാണ് DRLs, ഇൻറ്റഗ്രേറ്റഡ് DRLs വിത്ത് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. ഈ സൈഡിലെയാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. ഞാൻ ജസ്റ്റ് ഇട്ട് കാണിച്ചേക്കണ്ട, അതാണ് ആ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സാണ് അവർ ഇതിന് കൊടുത്തേക്കുന്നത്. താഴത്തോട്ട് നോക്കുമ്പോൾ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. 14 ഇഞ്ചിൻ്റെ വീൽസാണ്. എൻടോർക്കിന് അവർക്ക് 14 ഇഞ്ച് കൊടുക്കാൻ പറ്റില്ല, പക്ഷേ ഇതിന് അവർ 14 ഇഞ്ച് വീൽസ് കൊടുത്തു. അത് കൂടാണ്ട് ഇതിൻ്റെ ഡിസ്ക് ബ്രേക്ക് അല്ല, ഒരു കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റത്തോടെയാണ് ഈ ഒരു വണ്ടി അവർ വണ്ടിക്ക് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് ഫ്രണ്ട് പിടിക്കുമ്പോഴത്തേക്കും ബാക്ക്, അല്ലെങ്കിൽ ബാക്ക് പിടിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് കുറച്ച് അപ്ലൈ ആവുന്ന രീതിയിൽ അങ്ങനത്തെ ഒരു കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റമാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ DRLs ഒക്കെ കൊടുക്കുന്നത് നല്ല ഭംഗിയുണ്ട്. ടി വി എസിൻ്റെ ആ ലോഗോയും ഓൾറെഡി ഈ വണ്ടി കാണാൻ നല്ല രസമുണ്ട്. ഒരു ബോക്സി ഡിസൈൻ ആയതുകൊണ്ടും ചെറിയൊരു വൈസറും കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. നമ്മുടെ മിറേഴ്സ് ആയാലും ഒരു ബോക്സി ഷേപ്പാണ്, എല്ലാം ഒരു ബോക്സ് ടൈപ്പ് ഡിസൈനാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊണ്ടുവന്നേക്കുന്നത്. ആണ് സൈഡിൽ നിന്നുള്ള ലുക്ക് കേട്ടോ. സൈഡിൽ നിന്ന് നമുക്ക് കാണാം ഓർബിറ്ററിൻ്റെ ഒരു ബാഡ്ജിങ് ഉണ്ട്. ഈ ഒരു ഫുഡ് റെസ്റ്റ് ഒക്കെ അകത്തോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് അവർ വെച്ചേക്കുന്നത്. നല്ല രസമുണ്ട് ബോഡിയിൽ വെച്ചേക്കുന്നത്. അത് കൂടാണ്ട് ഇവിടെയും നമുക്ക് കുറച്ച് എയർ ഹോൾസ് ഉണ്ട്. ഇതിൻ്റെ അകത്താണ് ബാറ്ററിയും നമ്മുടെ ഫുൾ അവരുടെ ആ യൂണിറ്റ് ഇരിക്കുന്നത്. മൊത്തം ഇതിൻ്റെ അകത്താണ്. 260 mm ഫുട്ബോർഡ് സ്പേസ് ആണ് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഗ്യാസ് കുറ്റി കയറുമെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വെച്ചൊക്കെ നോക്കണം. ഇതാണ് ചാർജിങ് പോർട്ട് കേട്ടോ. അതിന് നമുക്ക് ഫാസ്റ്റ് ചാർജിങ്ങോ യൂണിവേഴ്സലല്ല, ഇവരുടെ തന്നെ ചാർജർ വെച്ച് ചാർജ് ചെയ്യണം. ഇത് തന്നെയാണ് നമ്മുടെ കീ, നമുക്ക് സീറ്റ് അൺലോക്ക് ചെയ്യാനും ഓൺ ചെയ്യാനും എല്ലാത്തിനും. ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു സ്പേസ്, ഫോണൊക്കെ കാണാൻ ചെറിയ സ്പേസും. ഇവിടെ നമുക്കൊരു USB ചാർജർ കാണാം. നോർമൽ USB ടൈപ്പ് USB ചാർജറാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ആൻഡ് 845 mm ലോങ് സീറ്റ് നമുക്കിതിൽ കാണാം കേട്ടോ. നല്ല ലോങ് സീറ്റാണ്, നല്ല കുഷൻഡ് ആയിട്ടുള്ളൊരു സീറ്റാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ 34 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ്, അതായത് നല്ല രീതിയിൽ സ്ഥലമുണ്ട്. 2 ഹെൽമെറ്റ് ഉണ്ടോ, 2 ഹാഫ് ഫേസ് ഹെൽമെറ്റിൻ്റെ അകത്ത് അവർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ മൈക്ക് സെറ്റപ്പും പിന്നെ ചെറിയ കുറച്ച് സ്പേസും കാര്യങ്ങളും. അപ്പോൾ അത്യാവശ്യം നല്ല 34 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് നമുക്ക് ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽസും നമുക്ക് റിയറിൽ കാണാം. അത്യാവശ്യം കുഴപ്പമില്ല. ഇതിൻ്റെ ക്വാളിറ്റി കുറച്ച് ഒരു ആട്ടമൊക്കെ ഉണ്ട് സീറ്റിന്, അതൊക്കെ ഒന്ന് ബെറ്റർ ആക്കായിരുന്നു ഹിഞ്ചൊക്കെ. പക്ഷേ സോഫ്റ്റ് ക്ലോസ് ആണ്, നല്ല രസമായിട്ട് ക്ലോസ് ആയി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാണ് റിയറിലെ സെഷൻ. റിയറിലും ആ ഒരു ടെയിൽ ലാമ്പ്സ് ആണ്, ഒരു ലൈൻ പോലെയുള്ള ടെയിൽ ലാമ്പ്സ് ആണ് ഇൻറ്റഗ്രേറ്റഡ്. ഇത് ഇൻഡിക്കേറ്ററും ഇത് നമുക്ക് ടെയിൽ ലാമ്പായിട്ടും വർക്ക് ചെയ്യണം. ഇതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കേട്ടോ. ചെറിയൊരു ഫെൻഡർ നമുക്ക് കാണാം, അവിടെ ഒരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് നമ്മുടെ നമ്പർ പ്ലേറ്റ് ഹോൾഡറും നമ്പർ പ്ലേറ്റ് ലൈറ്റും തന്നെ ഈ ചെറിയൊരു ഹഗ്ഗറിലാണ്. ആ ചെളി തെറിക്കാണ്ടിരിക്കാനുള്ള സെറ്റപ്പ് കൊള്ളാം. ഫ്രണ്ടും റിയറിലും നമുക്ക് ഡ്രം ബ്രേക്സ് ആണ് അവർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഒരു ഹബ് മോട്ടറാണ്, 2.5 കിലോവാട്ടിൻ്റെ ഹബ് മോട്ടറാണ്. അത് കൂടാണ്ട് 3.1 കിലോവാട്ട് അവറിൻ്റെ ഒരു ബാറ്ററിയും. ആ ബാറ്ററി 0 to 80% ചാർജ് ആവാൻ എടുക്കുന്നത് 4 മണിക്കൂർ 10 മിനിറ്റാണ് ഇതിൻ്റെ ചാർജിങ് ടൈം കേട്ടോ. അപ്പോൾ അത്യാവശ്യം ക്ലോസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് സെൻറ്റർ സ്റ്റാൻഡും ഉണ്ട്, സൈഡ് സ്റ്റാൻഡും ഉണ്ട്. റിയറിൽ ട്വിൻ ഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. 2 പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ട്വിൻ ഷോക്ക് സസ്പെൻഷൻ. നമുക്ക് സെൻറ്റർ സ്റ്റാൻഡും ഉണ്ട്, സൈഡ് സ്റ്റാൻഡും കൊടുക്കുന്നുണ്ട്. ഓവറോൾ ഡിസൈൻ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് വണ്ടി കാണാൻ. പിന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കാൻ പോയാൽ കളർ LCD ഡിസ്പ്ലേ അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്ത് അവർ ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യം നമുക്കിവിടെ ക്രൂസ് കൺട്രോൾ കാണാൻ പറ്റും, ഇൻഡിക്കേറ്റേഴ്സ്, ഹോൺ, പാസ്, ഡിം, ബ്രൈറ്റ്. പിന്നെ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാൻഡ് ബ്രേക്ക്. അതിപ്പോൾ കുറേ സ്കൂട്ടറുകളിൽ കാണാത്തൊരു സാധനമാണ് ഹാൻഡ് ബ്രേക്ക്. നമുക്ക് എവിടെയും വണ്ടി പാർക്ക് ചെയ്ത് വെക്കുവാണെങ്കിൽ ഇത് ഞെക്കിയാലും നമുക്ക് ആ ബ്രേക്ക് അവിടെ പിടിച്ച് നിന്നോളും, വണ്ടി ഊർന്നു പോവില്ല. പിന്നെ കിൽ സ്വിച്ച് ഉണ്ട്, സ്റ്റാർട്ട് സ്റ്റോപ്പ്, ഇവിടെ പാർക്കിംഗ്, ഫ്രണ്ടും ബാക്കും. മോഡ്സ് ഉണ്ട്, സിറ്റി മോഡും എക്കോ മോഡും. ഈ 2 മോഡ്സാണ് ഇതിൻ്റെ അകത്ത് അവർ കൊണ്ടുവന്നേക്കണേ. ഇതാണ് ആ ഒരു ഡിസ്പ്ലേ. നിങ്ങൾക്ക് ഡിസ്പ്ലേ എത്രത്തോളം വിസിബിൾ ആണെന്ന്. അപ്പോൾ ഇതാണ് ആ ഒരു ഡിസ്പ്ലേ കേട്ടോ. ആ ഡിസ്പ്ലേ നമുക്കിവിടെ ചാർജ് കാണിക്കും. അതുകൂടാണ്ട് ഇവിടെ മോട്ടർ ഓൺ ആണോ ഓഫ് ആണോ എന്ന് കാണിക്കും. പിന്നെ ഇവിടെ നമുക്ക് ട്രിപ്പ് ബി, ഡിസ്റ്റൻസ് ടു MT, പിന്നെ ഓഡോമീറ്റർ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ സ്മാർട്ട് എക്സ് കണക്ട് ഉണ്ട്. ഇവിടെയാണ് വാർണിംഗ് സിമ്പിൾസ് എല്ലാം. ക്രൂസ് കൺട്രോൾ ഓൺ ഓഫ് ആണോ, നമുക്ക് വണ്ടി സ്റ്റാർട്ടാണോ അല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു ലോഗോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ചാർജ് ഇവിടെ പെർസെൻറ്റേജും കാണിക്കും. ഇവിടെ ബാറ്ററിയുടെ ഒരു സിമ്പിളും ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഓണാക്കി കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ആ ഒരു ബാറ്ററി ലോഗോയും കാര്യങ്ങളും. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഓവറോൾ ഡിസൈൻ നോക്കാൻ പോയാൽ. പിന്നെ ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ നമ്മളിപ്പോൾ ട്രാക്കിൽ നമുക്ക് ഓടിക്കുമ്പോൾ അറിയാം എന്താണ് ക്രൂസ് കൺട്രോൾ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യമൊക്കെ. പിന്നെ മിറേഴ്സ് ആയാലും കുട്ടി മിറേഴ്സാണ്, നല്ല രസമുണ്ട്. ഓവറോൾ എനിക്ക് ഡിസൈൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഒരു അട്രാക്റ്റീവ് ഡിസൈനാണ്. പക്ഷേ ഒറ്റ ബാറ്ററി വേരിയൻറ്റ് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ. അവർക്ക് വേണേൽ 2-3 വേരിയൻസ് ഒക്കെ ഇറക്കായിരുന്നു. ഭാവിയിൽ ചിലപ്പോൾ വരുമായിരിക്കും. പിന്നെ ഡിസ്ക് ബ്രേക്ക് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. പക്ഷേ ഇത് നമുക്ക് ഓടിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ള കാര്യം. ഡിസ്ക് ബ്രേക്ക് ഇപ്പോൾ ഉള്ള ബ്രേക്സിൽ എങ്ങനെ ബ്രേക്കിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഓടിക്കുമ്പോൾ അറിയാൻ പറ്റും.
പിന്നെ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഫീച്ചർ ഉണ്ട്, അതൊക്കെ നമ്മളിപ്പോൾ ഓടിക്കുമ്പോൾ ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഫുള്ള് എങ്ങനെയാണ് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഫീച്ചറൊക്കെ വർക്ക് ചെയ്യണത്. അത്യാവശ്യം ലെഗ് റൂമും ഉണ്ട്. എൻ്റെ ഹൈറ്റ് 5'6" ആണ്. എനിക്കുണ്ടാവും ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. കുറച്ച് ഹൈറ്റ് ഉള്ളവർ ഇരുന്നാലും ബാക്കിൽ സീറ്റ് വിശാലമായ സ്ഥലം. ഞാൻ എൻ്റെ ഒരു 5'6" ഉള്ള ആയിരുന്നാലും കണ്ടോ, ഇത്ര ഇരുന്നാലും ബാക്കിൽ പിന്നെ അത്യാവശ്യം സ്ഥലമുണ്ട്. അപ്പോൾ നല്ലോണം ഇറങ്ങിയിരുന്നാലും അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതായത് ഡെയിലി കമ്മ്യൂട്ടിന് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റിയ ഒരു സ്കൂട്ടർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ വെയിറ്റ് 112 kgs ആണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വണ്ടിയാണ്, ഭയങ്കര ഈസിയാണ്. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് നോക്കുമ്പോൾ 763 mm ആണ് കേട്ടോ. നമുക്ക് ഈസി ആയിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു അൺഈവൻ സർഫസിലാണെങ്കിലും എൻ്റെ ഹൈറ്റ് 5'6" ആണ്. ഈസി ആയിട്ട് എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാം. പൊക്കം കുറഞ്ഞവർക്കായാലും വെയിറ്റ് ബുദ്ധിമുട്ടുള്ളവർക്കായാലും ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും എല്ലാവർക്കും നല്ല അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ വണ്ടി എന്നുള്ള കാര്യം ഉറപ്പാണ്. ഫ്രണ്ടിൽ 14 inch ആയതുകൊണ്ട് നമ്മുടെ ഒബ്സ്റ്റക്കിൾസ് ഒക്കെ കവർ ചെയ്യാൻ ഭയങ്കര സുഖമായിട്ട് നമുക്ക് ഈ ഒരു വണ്ടിയായിട്ട് നമ്മുടെ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഇത് വെച്ച് കവർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ 845 mm ലോങ് സീറ്റാണ്, നല്ല ലെങ്ത് ഉള്ള ഒരു സീറ്റാണ് ഈ ഒരു വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ റേഞ്ച് പറയുന്നത് 158 km ആണ്. IDC റിയൽ വേൾഡ് അവർ പറയുന്നത് 115 ആവറേജ്. എന്തായാലും ഒരു 100 മേളിലൊക്കെ നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ വണ്ടി ഓടിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിസൈനിനെ പറ്റി എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്ക്. എന്താണ് ഇതിൻ്റെ ഡിസൈൻ, 6 കളേഴ്സിലാണ് ഇറക്കിയേക്കണത്. പ്രൈസ് വന്നത് ഏകദേശം 99,990 റുപ്പീസാണ്. എക്സ്ഷോറും ഇപ്പോൾ ബാംഗ്ലൂരും ഡൽഹിയിലുമാണ് വണ്ടി. ഉടനെ നമ്മുടെ കേരളത്തിലേക്ക് വരുമെന്നാണ് അവർ പറഞ്ഞേക്കണത്. ബട്ട് സ്റ്റിൽ ലെറ്റ് സി എപ്പോഴത്തേക്ക് കേരളത്തിൽ വരുമെന്ന്. ഇപ്പോൾ ഇതിൻ്റെ എക്സ്ഷോറും പ്രൈസാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ആൻഡ് ബാക്കി നമുക്ക് ഓടിച്ചിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ ഓർബിറ്റർ നമ്മൾ ഓടിക്കാൻ പോകുന്നത്. ട്രാക്കിലാണ്, നമുക്ക് റോഡ് കണ്ടീഷൻ തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹിൽ ഹോൾഡർ സിസ്റ്റം അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഇത് കണ്ട ഒരു പെട്ടി വണ്ടിയാണെങ്കിലും ഭയങ്കര എയറോഡൈനാമിക്കലി ഡിസൈൻഡ് എന്നാണ് പറയണത്. കാര്യം ഇവിടെ വെന്റിലേഷൻസും ഇവിടെ സൈഡിൽ എയർ ഇൻടേക്ക്, കൂളിങ്ങിന് വേണ്ടി എയർ ഇൻടേക്ക്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ലുക്ക്. അപ്പോൾ നമുക്ക് ഓടിക്കാം വണ്ടി. ഇപ്പോൾ നമ്മൾ ട്രാക്കിൽ ഒരു 4 റൗണ്ട് ഓടിക്കും, അത്രേ ഉള്ളൂ. പിന്നെ കുറച്ച് സിറ്റി ഓറിയൻറ്റഡ് സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയണേ. അപ്പോൾ ലെറ്റ്സ് ഗോ. പിന്നെ ഇതിൽ ഹിൽ ഹോൾഡേഴ്സ് ഫീച്ചർ ഓൾറെഡി വന്നിട്ടുണ്ട്, പക്ഷെ നമുക്കത് വേണം ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ സെറ്റിങ്ങൊക്കെ പിടിക്കുക, പ്രസ് മോഡ് ടു ഡീആക്ടിവേറ്റ്, മോഡിയൊക്കെ പിടിച്ചാൽ ഹിൽ ഹോൾഡ് ഡീആക്ടിവേറ്റഡ്. അതുപോലെ തന്നെ തിരിച്ചിതങ്ങൊക്കെ പിടിച്ചാൽ ഹിൽ ഹോൾഡ് ആക്ടിവേറ്റ് ആവും, മോഡിനൊക്കെ ഹിൽ ഹോൾഡ് ആക്ടിവേറ്റഡ്. അപ്പോൾ നമ്മൾ ഓടിക്കാൻ പോകുന്നതാണ്. സോ യെസ് ലെറ്റ്സ് ഗോ. നല്ല കംഫർട്ടബിളായിട്ടുള്ള സീറ്റാണ്, കൊള്ളാം. ഇതിൻ്റെ ആ ഒരു ഇരിക്കുന്ന സെറ്റപ്പൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. കുറച്ച് നല്ല സ്ട്രെയിറ്റ് ഹാൻഡിൽ കുറച്ച് മുകളിലോട്ടാണ്, ഓടിക്കാൻ നല്ല രസമുണ്ട്. സസ്പെൻഷനൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്, ഇതിൻ്റെ എങ്ങനെയുണ്ട് സസ്പെൻഷൻ, എന്താണ് സസ്പെൻഷൻ്റെ അവസ്ഥ. ഓ, ഇതിൽ റീജൻ ഓഫാണോ? കാര്യം ഇങ്ങനെ ഒഴുകി പോവുക കേട്ടോ വണ്ടി, മാക്സിമം ഒഴുകി പോവാണ്. കൈ എടുത്തു കഴിഞ്ഞാൽ ഇതൊരു സ്പീഡ് എടുക്കാൻ പറ്റിയ വണ്ടി എന്ന് ഞാൻ പറയില്ല കേട്ടോ, ഇത് ഒഴുകുക. റീജൻ ഓഫാന്ന് തോന്നുന്നു, എനിക്കറിയില്ല എങ്ങനെയെന്ന്. വണ്ടി ഇങ്ങനെ ഒഴുകിയാണ് പോണേ. ഇതാരാ ചേച്ചിമാരെയൊക്കെ വെച്ചിട്ടുണ്ട്, എന്തിനാണോ ഒഴുകി പോവുക ഇങ്ങനെ സ്റ്റേബിൾ. വണ്ടി ഒരു സൈഡിൽ പോകുന്നുണ്ട്. ഓക്കെ, ഇതിൽ കൂടെ ഓടിക്കുമോ? ഇല്ല, ചാൻസ് ഇല്ല. വേറെ ഹിൽ ഹോൾഡ് അസിസ്റ്റൊക്കെയാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോണത്. ലിറ്റർ ഫ്രീ ഏരിയ, 4 ഡിഗ്രി ഗ്രേഡിയൻറ്റ്. ഇത് 7 ഡിഗ്രി വരെ ഇത് കയറും കേട്ടോ. ബാക്ക് ബ്രേക്ക് പിടിച്ചിട്ട് വലിയ സുഖമൊന്നുമില്ല. ബ്രേക്ക് കുറച്ചും കൂടെ ആവായിരുന്നു. ഇത് ഒരു 4 ഡിഗ്രി ആംഗിളിൽ ഗ്രേഡിയൻ്റ് ആണ്. ഞെക്കി പിടിക്കുക, ഹിൽ ഹോൾഡ് വർക്കായിട്ടാണ്. ഉണ്ടോ? ബാക്കിലോട്ട് വിട്ടാൽ മോട്ടറും കൊടുക്കുന്നുണ്ട്. ബ്രേക്ക് മാത്രമേ, ബ്രേക്ക് അല്ലട്ടോ പിടിച്ചേക്കണേ, മോട്ടറാണ് പിടിച്ചേക്കണേ. ബാക്കിലോട്ട് തള്ളിയാലും പോവില്ല. ദാറ്റ് ഈസ് ഹിൽ ഹോൾഡ്. ഹിൽ ഹോൾഡിൽ നിന്ന് പുറത്തേക്ക് വരും, ചുമ്മാ കൈ കൊടുത്താൽ ഹിൽ ഹോൾഡിൽ നിന്ന് പുറത്തേക്ക് വരും. 1.3 സെക്കൻഡ്സിനാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. ഹിൽ ഹോൾഡ് ഇനി കൈ കൊടുക്കുക, പോവാം. കണ്ടോ, ഹിൽ ഹോൾഡിൽ നിന്ന് മാറി. ഹിൽ ഹോൾഡ് കൊള്ളാം. ഇത് അസെൻറ്റും ഉണ്ട് ഡിസെൻറ്റും ഉണ്ട്, രണ്ടും ഉണ്ട്. എല്ലാത്തിനും നമുക്ക് ഹിൽ ഹോൾഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും. സസ്പെൻഷനൊക്കെ കൊള്ളാം. സീറ്റ് നല്ല കംഫർട്ടബിളാണ്, നല്ല കുഷൻഡായിട്ടുള്ള സീറ്റാണ്. ലോക്കൽ റൈഡ്സ്, ഇതിൽ നമ്മൾ ലോങ് ഒന്നും പോകാൻ പാടില്ല, പക്ഷേ ലോക്കൽ റൈഡ്സിന് നല്ല കുഷൻഡും നല്ല ലോങ് ആയിട്ടുള്ള സീറ്റാണ്. ഞാൻ ബാക്കിലോട്ട് മാക്സിമം ഇറങ്ങിയിരിക്കണം. അപ്പോൾ എനിക്ക് എന്തോരം ലെഗ് സ്പേസാണ് നോക്കി, ഇത്രയും ലെഗ് സ്പേസ്, നല്ല സുഖമായിട്ടിരിക്കാം. ബാക്കിൽ 12 ഇഞ്ച്, ഫ്രണ്ട് 14 ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോടെ ഓടിക്കാൻ പറ്റിയെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷെ നമ്മളൊരു സിറ്റി ഓറിയൻറ്റഡ് സെറ്റപ്പിൽ അവിടെ ഓടിക്കും എന്നാണ് പറയണേ, അറിയില്ല, കണ്ടറിയാം. പക്ഷെ ഇവിടെ RTX 300 ഇവിടെയൊക്കെ അവർ ഓടിച്ച് ടെസ്റ്റ് ചെയ്യണം കേട്ടോ.
വണ്ടി കണ്ടിട്ടില്ല ഇവിടെ, പക്ഷേ ഉടനെ കാണും. മിക്കവാറും മോട്ടോസോളിനായിരിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പായിരിക്കും. അത് കഴിയാൻ ചാൻസ് ഇല്ല. ഹാൻഡ് യെസ് USB ചാർജർ. ഇവിടെ ഫോൺ വെക്കാം അത്യാവശ്യം. എൻ്റെ 6 ഇഞ്ച് സാംസങ് ഗാലക്സി S23 അൾട്രാക്കിൻ്റെ അകത്ത് കയറി അങ്ങനെ ഇരുന്ന്. ചാർജർ ഇവരുടെ ചാർജർ തന്നെയാണ്, മറ്റേ യൂണിവേഴ്സൽ ചാർജിങ് സെറ്റപ്പ് അങ്ങനെയൊന്നും കണ്ടില്ല ഇതിൻ്റെ അകത്ത്. പക്ഷേ ഓവറോൾ ക്വാളിറ്റി ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ സീറ്റിൻ്റെ ഹിഞ്ചൊക്കെ കുറച്ച് ലൂസാണ്, അതിലൊരു ഇളക്കമൊക്കെ ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് മാത്രമേ ഒരു ബുദ്ധിമുട്ട്, ക്വാളിറ്റി കുറവായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി എനിക്ക് തോന്നുന്നു ഇത്രയും ലോങ് സീറ്റ് ആയതുകൊണ്ടായിരിക്കാം ആ ഒരു ഹിഞ്ച് ഇത്ര ഇളക്കം, അല്ലെങ്കിൽ കുറച്ചും കൂടെ അടിപൊളി ആയെന്ന് തോന്നുന്നു. റീജൻ വളരെ ലൈറ്റായിട്ടുള്ളൂ കേട്ടോ റീജൻ. ഇത് നമ്മളൊരു സിറ്റി സെറ്റപ്പ് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അതായത് ഇങ്ങനെ വളയ്ക്കലും പിടിക്കലും ഓടിക്കലും അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ ഇവരുടെ ട്രാക്കാട്ടോ. ഇവിടെയാണ് നമ്മൾ എൻടോർക്ക് മറിച്ചിട്ടത്. ടേണൊക്കെ ചേട്ടാ ചേട്ടാ കാലത്ത് അനുവദിക്കത് തന്നെ, താങ്ക്സ്. ഇത് പുതിയ ട്രാക്കാണ്. കാരണം ഇങ്ങനെ വളച്ചോടിച്ച് കളിയാണോ. അവിടെയാണ് കേട്ടോ നമ്മൾ എൻടോർക്ക് മറിച്ചിട്ടത്. ഇനി നമുക്ക് അവർ വണ്ടി തരും. ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കോ, എന്നിട്ട് ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ എടുക്കും. പക്ഷേ റീജൻ ഉണ്ട് കേട്ടോ, ചെറുതായിട്ട് റീജനുള്ളൂ. ഇനി നമുക്ക് ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. 68 ആണ് അവർ പറഞ്ഞേക്കണത്. നമുക്ക് ചെക്ക് ചെയ്യാം എത്ര സ്പീഡ് വരെയും ഈ വണ്ടി കയറുന്നത്. 62, 64, 65, 68 ലോക്കാണ്. ഇത് പെട്രോൾ വണ്ടി പോലെ നമുക്ക് പുഷ് ചെയ്ത് കയറാം. 69 എയറോഡൈനമിക് അതിനെയും കൂടുക. 69 വരെ പോകുള്ളൂ, അതിന് മേലേക്ക് പോവില്ല. ലോക്കാണ്. ഇലക്ട്രിക് വണ്ടികളുടെ ഗുണമെന്നൊക്കെ പറഞ്ഞാൽ ഇത് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം. ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഹിൽ ഹോൾഡ് അല്ല, ഇത് നമ്മൾ കയറ്റം കയറുമ്പോഴാണ്. ഇനി ഇറങ്ങുമ്പോഴും ഇത് എത്രത്തോളം നമുക്ക് താത്തിക്കളയാം, അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് ചെയ്യാമെന്ന് ഞാൻ നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ ഈ ഇറക്കത്തിൽ ഞാൻ ഹിൽ ഹോൾഡ് വർക്ക് ചെയ്ത് കാണിച്ചിട്ട് കേട്ടോ. ഈ ഇറക്കത്തിൽ ഞാൻ പിടിച്ചു, ഇറക്കമാണല്ലോ. 1 2 ഹിൽ ഹോൾഡ് വർക്ക് ചെയ്യണ്ട. താഴത്തേക്കും പോവില്ല, ഫ്രണ്ടോട്ടും പോവില്ല, മുമ്പോട്ടും പോവില്ല. അതാ മോട്ടറാണ് കേട്ടോ വർക്ക് ചെയ്യണത്. മോട്ടറിൻ്റെ ഇതിലാണ് വർക്ക് ചെയ്യണത്. കൊള്ളാം, ഹിൽ ഹോൾഡ് നല്ല രസമുണ്ട്. ഓക്കെ, കൈ കൊടുത്താൽ അപ്പം തന്നെ വണ്ടി കയറിപ്പോവും. നമ്മുടെ പിള്ളേരാ ഫോട്ടോ എടുക്കണേ. ബ്രേക്കിംഗ് നല്ലോണം പുഷ് ചെയ്യണം കേട്ടോ. ബ്രേക്ക് അത്ര ഭയങ്കര പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ്, അത്ര ഷാർപ്പായിട്ടുള്ള ബ്രേക്കിംഗ് അല്ല. അതായത് ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ്. അതാണ് ഡിസ്ക് ബ്രേക്കൊക്കെ ഒഴിവാക്കി. ഇപ്പോൾ ഇതിൻ്റെ വില 1 ലക്ഷത്തിന് ജസ്റ്റ് 1 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില. ബ്രേക്കിംഗ് കുഴപ്പമില്ല, രണ്ടും കൂടെ പിടിച്ചാൽ. ഇത് ഇവരുടെ കമ്പൈൻ ബ്രേക്കിംഗ് സിസ്റ്റം, അല്ലെങ്കിൽ ഇവരുടെ സിങ്ക്രണൈസ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇവരുടെ പേരിട്ട്. അങ്ങനെയാണ് ഇതിനെ പറയണത്, സിങ്ക്രണൈസ് ബ്രേക്കിംഗ് സിസ്റ്റം. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് ബ്രേക്കിംഗ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇത് പേരിനാണ് 60 പോവുള്ളൂ, എന്നാലും ഒരു രസത്തിന് ഒരു കണ്ടുപിടിക്കാനാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു വൈസർ ആ ഒരു ഇതിന് പ്രൊവൈഡ് ചെയ്തേക്കണേ. ഇനി നമുക്ക് ക്രൂസ് കൺട്രോൾ ചെക്ക് ചെയ്യാമേ. 23 കിലോമീറ്റർ മേളിൽ പോകണം ക്രൂസ് കൺട്രോൾ ആഡ് ആവാൻ. കണ്ടോ, 27 ക്രൂസ് കൺട്രോൾ. 27 ഇങ്ങനെ ക്രൂസ് ചെയ്ത് പോകാം. 23 മേളിലേക്കാണ് ക്രൂസ് കൺട്രോൾ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് മിനിമം സ്പീഡ് ക്രൂസ് കൺട്രോളിൽ. പിന്നെ ജസ്റ്റ് കൈ കൊടുത്താൽ ക്രൂസ് കൺട്രോളിൽ നിന്ന് ഓഫായി. പിന്നെ നമുക്ക് 60 വരെ ക്രൂസ് കൺട്രോൾ ഇടാൻ പറ്റും. 52 ക്രൂസ് കൺട്രോൾ. കൈവിട്ട് ഓടിച്ചാൽ വണ്ടി ലെഫ്റ്റിലോട്ട് കൊണ്ട്, അതുകൊണ്ട് കൈവിട്ട് ഓടിക്കണില്ല. ഓക്കെ, അയ്യോ ലെഫ്റ്റ് പോലെ ഞാൻ എൻ്റെ വെയിറ്റ് വെച്ച് ബാലൻസ് ചെയ്യണം. പക്ഷെ നേരെ ഇരുന്നാൽ വണ്ടി ലെഫ്റ്റിലോട്ട് പോകുന്നുണ്ട്. ഇതാണ് ക്രൂസ് കൺട്രോൾ. ബ്രേക്ക് തൊട്ടാലും ക്രൂസ് കൺട്രോൾ. ബ്രേക്ക് തൊട്ടാൽ ആദ്യത്തെ ബ്രേക്കിങ്ങിന് വന്നില്ലല്ലോ, അതെന്ത് പരിപാടിയാണ്. അപ്പോൾ രണ്ടാമത്തെ ബ്രേക്കിങ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ക്രൂസ് കൺട്രോൾ ഓഫായി. ഇനി ക്രൂസ് കൺട്രോൾ ഇല്ല. 60 മേളിലേക്ക് കയറിയാൽ നോ ക്രൂസ് കൺട്രോൾ. ക്രൂസ് റെഡി. നമ്മളിങ്ങനെ പോവാം ഇതിലൂടെ. ഞാൻ ക്രൂസ് കൺട്രോൾ കൈവിട്ട് ഇങ്ങനെ ഉണ്ട്, കൈയൊന്നും പിടിക്കാണ്ട് ക്രൂസ് കൺട്രോൾ ഉപയോഗിച്ച് ഇങ്ങനെ നമുക്ക് കറങ്ങിക്കൊണ്ടേ പോവാം. പിന്നെ കൈ കൊടുത്താൽ പിന്നെയും വണ്ടി കയറിപ്പോവും. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ.
സസ്പെൻഷൻ ഞങ്ങളല്ലേ സോഫ്റ്റ്വെയറാണ്, പക്ഷേ ഇത് അധികം സ്പീഡൊന്നും കയറില്ല. അപ്പോൾ പിന്നെ നമുക്ക് അത്രയും ടെസ്റ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ല. ഇവിടെ അറ്റത്തൊരു ബമ്പ് ഉണ്ട്, അത് ഇവർ വെച്ചേക്കണാണോ എന്ന് എനിക്കറിയില്ല. 68, 69 അതിന് മുകളിലേക്ക് പോകില്ല വണ്ടി. ഇതിൽ നമുക്ക് അറിയേണ്ടത്, എനിക്ക് കൂടുതലും അറിയേണ്ടത് ലോ ബാറ്ററിയിൽ ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നാണ് അറിയേണ്ടത്. ലോ ബാറ്ററി മോഡിൽ എത്രത്തോളം നല്ല രീതിയിൽ വണ്ടി പെർഫോം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് അറിയേണ്ടത്. അതാണ് എല്ലാ ഇലക്ട്രിക് വെഹിക്കിൾസിനും നമ്മൾ ഫേസ് ചെയ്യുന്നൊരു മെയിൻ കാര്യം. 30-40% ബാറ്ററിയൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്കൂട്ടർ ഡെഡാവും, അതായത് വലിക്കില്ല ഒട്ടും. എക്കോ മോഡായാലും എന്ത് മോഡിലായാലും ഒട്ടും വലിക്കില്ല വണ്ടി. അപ്പോൾ അത് ഒന്ന് ചെക്ക് ചെയ്യണം. അതിപ്പോൾ എല്ലാ വണ്ടിയും ഫുൾ ചാർജ് ചെയ്തേ തരുള്ളൂ നമുക്ക്. കാര്യം പെർഫോമൻസ് ഡൗൺ ആവരുതല്ലോ. അതുകൊണ്ട് അവർ എപ്പോഴും നമുക്ക് ഫുൾ ചാർജ് ചെയ്തിട്ടേ നമുക്ക് ഈ വണ്ടി മൊത്തം തരുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് വലിയ അന്വേഷിക്കാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ. പിന്നെ മറിഞ്ഞു വീണാൽ തന്നെ വണ്ടി ഓഫാവും അങ്ങനത്തെ. പിന്നെ ഫോൾ അലേർട്ട് അങ്ങനത്തെ കുറേ അലേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിക്ക്. റേസ് ട്രാക്കിൽ പൂര റേസ്, ഒരിഞ്ഞ റേസ് ട്രാക്കിൽ. ഇതാട്ടോ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് വണ്ടി ടെസ്റ്റ് ചെയ്യാൻ കിട്ടണം. അപ്പോൾ ഇതൊക്കെ ഓടിച്ചിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് അഭിപ്രായം പറയണത്. നമുക്കിത് റോട്ടിൽ കിട്ടിയാൽ അതിൻ്റേതായിട്ടുള്ള നല്ല അഭിപ്രായങ്ങളൊക്കെ നമുക്ക് റോട്ടിൽ ഓടിച്ച് സസ്പെൻഷൻ എങ്ങനെയുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞാലേ നമുക്ക് റോട്ടിൽ ഓടിച്ചാലേ നമുക്ക് നല്ല ഒരു രസം തോന്നുള്ളൂ നമുക്ക്. ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ട്രാക്കിൽ ഇങ്ങനെ ഓടിക്കുക അത്ര തന്നെ. പിന്നെ അവിടെ കുറച്ച് സിനാരിയോ ഉണ്ട്, ആ സിനാരിയോയിൽ ആണ് കിടത്താനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ വണ്ടി. അതാരാ ഈശ്വര, പെട്ടെന്ന് വണ്ടികൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? ഇടിച്ചു കൂട്ടണോ? ഒബ്സ്ട്രക്ഷൻ ഹെഡ്. കാറ് വട്ടം. ഇത് എങ്ങനെയാ പോകണ്ടേ? ഷാജി കേട്ടോ, സ്വിഫ്റ്റാ ഇതേത്? ഇന്നോവയാ? ക്രിസ്റ്റലേക്ക് ഇടിച്ച് കയറ്റാനാ? ക്രിസ്റ്റയൊക്കെ കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ LED ലൈറ്റാണ്, ക്രിസ്റ്റൽ LED ഹെഡ് ലാമ്പ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് എത്രത്തോളം പവർഫുള്ളാണെന്ന് അറിയില്ല. പിന്നെ ഈ ബട്ടൺസൊക്കെ ഇവിടെ ഭയങ്കര ഗ്യാപ്പ്, ഈ സ്ഥലത്തൊക്കെ ചെറിയ ബട്ടൺസാണ് കൊടുത്തേക്കണം. അവർക്ക് വേണേൽ ഇപ്പുറത്ത് കുറച്ച് വലിയ ബട്ടൺസൊക്കെ കൊടുക്കാനുള്ള സ്ഥലമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ വേണേൽ കൊടുക്കാം. അതൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായേനെ അല്ലേ. കുറച്ചും കൂടി വലിയ ബട്ടൺസൊക്കെ ആക്കായിരുന്നു. ഇതേപോലെ ക്രൂസ് കൺട്രോളിന് ഒരു വലിയ ബട്ടൺ, പാർക്കിംഗ് അസിസ്റ്റ് ആയാലും ഒരു വലിയ ബട്ടണൊക്കെ കൊടുത്ത് വേണേൽ സെറ്റപ്പ് ആക്കുമായിരുന്നു. കുത്തി കിട്ടിയാ എല്ലാം നമ്മുടെ പിള്ളേരായിട്ട് അവരൊക്കെ TVS വേണ്ടി ഷൂട്ട് ചെയ്യണതൊക്കെ. ആരെങ്കിലും ഈ ക്രിസ്റ്റയിലൊക്കെ ഇടിച്ച് കയറ്റണല്ലേ? എന്ത് ധൈര്യത്തിലാണോ ക്രിസ്റ്റയൊക്കെ ഇട്ടേക്കണേ? പിന്നെ മീറ്റർ ഇത്രയും 5.5 ഇഞ്ച് ഡിസ്പ്ലേ എന്ന് ഞാൻ പറഞ്ഞു. ഇതാണ് 5.5 ഇഞ്ച്, ഇതല്ല കേട്ടോ. ഇത് 5.5 ഇഞ്ചായിട്ട് എനിക്ക് തോന്നണില്ല. ഇത് 5.5 ഇഞ്ചാണ്. പക്ഷേ ഈ 5.5 ഇഞ്ചിൽ കുഞ്ഞായിട്ട് ഡിസ്പ്ലേ ആണ്. അവർക്ക് കുറച്ചും കൂടി വലിയ ഡിസ്പ്ലേ ആക്കിയിട്ട് ഈ വാർണിംഗ് സിമ്പിൾസൊക്കെ ഇങ്ങോട്ടേക്ക് കൊടുക്കായിരുന്നു വേണേ. അത് ഒരു നല്ല കാര്യമാണ്. ഇത് റേഞ്ച് ആട്ടോ. ഇതിൽ സിം ഉണ്ട്, ജിയോ ടാഗിങ്, ജിയോ ഫെൻസിങ് അങ്ങനത്തെ സിം ടെക്നോളജി എല്ലാം ഉണ്ട്. അതിൻ്റെ റേഞ്ചാണ് എന്ന് തോന്നുന്നു ഈ കാണിക്കുന്ന 4, 3 എക്സ്ക്ലമേഷനൊക്കെ. ചേട്ടൻ ഇങ്ങനെയൊക്കെ ബ്രേക്ക് പിടിച്ചാൽ. അപ്പോൾ കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ പരിപാടി. ബാക്കി നമുക്ക് വണ്ടി നിർത്തിയിട്ട് സംസാരിക്കാം. എന്താണ് നമ്മുടെ ഓർബിറ്ററിൽ അവർ കൊണ്ടുവന്നേക്കണം. ഓവറോൾ സ്കൂട്ടറിൻ്റെ ക്വാളിറ്റിയും എല്ലാം വെച്ച് കൊള്ളാം, നല്ല രസമുണ്ട്. ആൻഡ് ഭയങ്കര കാറ്റല്ലേ. 1 മോറാ. ഇതാണ് വണ്ടി. ഓക്കെ, ബാക്കി നമുക്ക് ഇറങ്ങിയിട്ട് സംസാരിക്കാം. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു, ട്രാക്കിലാണ് ഓടിച്ചത്. നമുക്ക് അങ്ങനെ ഓബ്സ്റ്റക്കിൾസോ കാര്യങ്ങളോ അല്ലെങ്കിൽ സിറ്റി സെറ്റപ്പൊക്കെ അവർ ചെയ്തിട്ടുണ്ടായി. എന്നാലും വണ്ടി ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ചും കൂടി പവർഫുൾ വേരിയൻ്റ് ആണ്, എനിക്ക് കൊള്ളായിരുന്നു. ഫ്രണ്ട് ബ്രേക്ക് ഒട്ടും ഇല്ലാത്ത പോലെ തോന്നി. പിന്നെ ക്വാളിറ്റി വൈസൊക്കെ അത്യാവശ്യം നല്ല അടിപൊളിയാണ്. ബട്ട് നമ്മുടെ സീറ്റിൻ്റെ ഹിഞ്ച് കുറച്ചും കൂടെ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് ഭയങ്കര ലൂസായിട്ട് പോലെ തോന്നി. അത് ചിലപ്പോൾ മേ ബി അവർ ഇമ്പ്രൂവ് ചെയ്യായിരിക്കും. ഇത് പ്രൊഡക്ഷൻ വേർഷൻ ആണെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി എല്ലാം വെച്ച് നോക്കിയാൽ വണ്ടി അടിപൊളിയാണ്, നല്ല രസമാണ് ഓടിക്കാൻ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഭയങ്കര ഈസി ടു ഹാൻഡിലാണ്. 14 ഇഞ്ച് വീൽസ് എല്ലാം നമ്മുടെ ഓഫ് റോഡ് അല്ലെങ്കിൽ നമ്മുടെ കുണ്ടും കുഴി എന്ന് പറഞ്ഞ റോഡൊക്കെ ഓടിക്കാൻ നല്ല രസമായിരിക്കും.
അപ്പോൾ 6 കളർ വേരിയൻസിലാണ് ഇറക്കിയേക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 50,000 കിലോമീറ്റേഴ്സാണ് ഈ വണ്ടിക്ക് അവർ വാറണ്ടി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം ഒരു ബാംഗ്ലൂർ ആൻഡ് ഡൽഹിയിലാണ് ഈ വണ്ടി ഇറക്കാൻ പോകുന്നത്. 99,990 റുപ്പീസ് എക്സ് ഷോറൂമിലാണ് ഇൻട്രോഡക്ടറി പ്രൈസ് ആയിട്ടാണ് അവർ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ വണ്ടിയിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഹോപ്പ്ഫുള്ളി പെട്ടെന്ന് തന്നെ കേരളത്തിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാം. സോ യെസ്, അതൊക്കെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വഹിക്കുന്നു. സോ ഡോണ്ട് ഫേക്ക് ലൈക്സ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ ബെല്ലൈക്കുക. അടുത്ത വീഡിയോ ബെല്ലിങ് അറിയിക്കുന്നതായിരിക്കും. സ്പീഡല്ലേ, പക്ഷെ ബ്രേക്ക് ഭയങ്കര ബ്രേക്ക് നേരെ ഉൾട്ടടി കൂടുതലും ബാക്ക് ആൾക്കാർ പിടിക്കുന്നത്. അപ്പോൾ ബാക്ക് ബൈക്ക് കൂട്ടി ഫ്രണ്ട് കുറച്ചൊരു പവർ ഉണ്ടായാൽ നല്ലതായിരുന്നു. എല്ലാവർക്കും പവർ വേണം, പവറാണ് പ്രശ്നം. അതുകൊണ്ടാണ് കേരളത്തിൽ ഇറക്കാത്തത്. ഇപ്പോൾ ബാംഗ്ലൂരും ഡൽഹിയിലും മാത്രമേ ഉള്ളൂ.